Okay. So we are going to explain two cavity klystron working ആണ്. As the name suggests, two cavity എന്ന് പറഞ്ഞാൽ രണ്ട് cavity ഉണ്ട്. ഒന്ന് ബഞ്ചർ cavity, അടുത്തത് catcher cavity. അപ്പൊ ഈ ബഞ്ചർ cavity എന്ന പേരിൽ തന്നെ ബഞ്ച് ചെയ്യുക. ബഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി വരിക. കാച്ചർ cavity എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കളക്ട് ചെയ്യുക. അതാണ് അതിന്റെ മീനിങ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് മൈക്രോവേവ് സിഗ്നൽ എങ്ങനെ ജനറേറ്റ് ചെയ്യും. അപ്പൊ ആദ്യത്തെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് തന്നെ കാഥോഡാണ്. ഇലക്ട്രോൺസ് ആണല്ലോ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കാഥോഡിൽ നിന്ന് അതിനെ എനർജൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഡി സി വോൾട്ടേജ് ആണ് V0. നമ്മൾ V0 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ കാഥോഡ് എനർജൈസ് ചെയ്യും. കാഥോഡ് എനർജൈസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവും. ഈ ഇലക്ട്രോൺസ് ആദ്യമേ ഈ ഇതിൽ നിന്ന് കാഥോഡിൽ നിന്ന് ഹൈ ഡി സി വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ഈ കറക്റ്റ് ബീം ഇലക്ട്രോൺസ് ആയിട്ടാണ് പോകുന്നത് വിത്ത് വെലോസിറ്റി ഓഫ് V0. ഈ ടു ക്യാവിറ്റി ക്ലൈസ്ട്രോണിൽ രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. ഒന്ന് വെലോസിറ്റി മോഡുലേഷനും രണ്ടാമത് കറന്റ് മോഡുലേഷനും. അപ്പം വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ട രണ്ട് ടേം. വൺ ഇസ് വെലോസിറ്റി മോഡുലേഷനും രണ്ടാമത് കറന്റ് മോഡുലേഷനും. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു സിഗ്നൽ അനുസരിച്ച് അതിന്റെ വേരിയേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറയുന്നത് വെലോസിറ്റി മോഡുലേഷൻ ആണ്. വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് വെലോസിറ്റിക്ക് മാറ്റം വരുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ വെലോസിറ്റി മാറുന്നു എന്തിനോ അനുസരിച്ച്. ആ ഇൻപുട്ട് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതായത് ഇവിടെ നമുക്കൊരു മൈക്രോവേവ് സിഗ്നൽ കൊടുത്തു. നമ്മുടെ ഈ എയിം എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന മൈക്രോവേവ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ഇൻപുട്ട് ആയിട്ടുള്ള മൈക്രോവേവ് സിഗ്നൽ നമ്മൾ ഇതുവഴി കൊടുക്കുന്നു. ആ സിഗ്നൽ ഈ ബഞ്ചർ ക്യാവിറ്റിക്കകത്തുണ്ട്. ഇനി അത് കൂടാതെ ഇവിടെ നിന്ന് നമ്മൾ ഒരു ഡി സി വോൾട്ടേജ് വഴി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവുന്നു. ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V0 ആണ്. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഈ ബഞ്ചർ ക്യാവിറ്റിക്കകത്ത് കയറുന്നു. ബഞ്ചർ ക്യാവിറ്റിക്കകത്ത് കയറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ RF സിഗ്നലുമായിട്ട് ഇത് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി മാറുന്നു. വെലോസിറ്റി എങ്ങനെ മാറുന്നു എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പറയാം. ജസ്റ്റ് ഒരു ബ്രീഫ് പറഞ്ഞിട്ട് പറയാം. അതായത് ഇനിഷ്യൽ വെലോസിറ്റി V0 ആണെങ്കിൽ അത് ബഞ്ചർ ക്യാവിറ്റിയിൽ കയറി കഴിയുമ്പോൾ ഈ വരുന്ന ഈ സിഗ്നലുമായിട്ട് മൈക്രോവേവ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു AC സിഗ്നൽ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. AC സിഗ്നൽ വിത്ത് ഹൈ ഫ്രീക്വൻസി അത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു AC എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ AC സിഗ്നൽ ഇരിക്കുന്നത്. ആ ഒരു AC സിഗ്നലുമായിട്ട് ഈ ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ AC സിഗ്നലിന്റെ വോൾട്ടേജുമായിട്ടാണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഇതിന് ഇത്ര വോൾട്ടേജ് വെച്ചാണ് ഇതിനകത്ത് കയറുന്നത്. അപ്പൊ ഇതിനകത്ത് കയറുമ്പം ഇതിന് ഒരു വോൾട്ടേജ് ഉണ്ട്. ഈ വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഇലക്ട്രോൺസിന് വ്യത്യാസം സംഭവിക്കുന്നു. അതായത് ഇതിന്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വെലോസിറ്റി മാറുന്ന കാരണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ ഇടയ്ക്ക് കട്ടായി പോയി. അതാ എനിക്ക് തോന്നി. എവിടെയാ കട്ടായി പോയെ? ആ വെലോസിറ്റിയുടെ കാര്യവും കേട്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ എല്ലാവർക്കും? ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവുന്നു. ഈ ഇലക്ട്രോൺസ് ബഞ്ചർ ക്യാവിറ്റിനകത്ത് കയറുന്നു. ഈ ബഞ്ചർ ക്യാവിറ്റി കയറുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ ഇൻപുട്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് സിഗ്നൽ കൊടുത്തേക്കാണ്. ഈ മൈക്രോവേവ് സിഗ്നലും ഈ ഇലക്ട്രോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ചേഞ്ച് ആവുന്നു. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് മൈക്രോവേവ് സിഗ്നൽ. ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് മൈക്രോവേവ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഈ മൈക്രോവേവ് സിഗ്നലിന് ചിലപ്പോൾ ഒരു AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഹൈയും കാണും ഒരു ലോയും കാണും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഹൈ വോൾട്ടേജുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്ത് സംഭവിക്കും? കൂടും. അതേസമയം നമ്മളിപ്പോ ഇത് ഇന്ററാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് പാർട്ടുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി കുറയും. അപ്പൊ ഇൻ എഫക്ട് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് സിഗ്നൽ ഇൻസൈഡ് ദ ബഞ്ചർ ക്യാവിറ്റി. അങ്ങനെ വന്നു കഴിയുമ്പോൾ പല സമയത്ത് വരുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി പല രീതിയിൽ മാറും. ഇൻ എഫക്ട് ഇതിനകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഇത് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ കുറെ ഇലക്ട്രോൺസ് ബഞ്ചസ് ആയിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിറിഞ്ച് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ സിറിഞ്ച് കുത്തുമ്പോ പെട്ടെന്നല്ലേ കുറച്ചൊന്ന് കയറ്റി അത് കഴിഞ്ഞ് വിട്ടു. അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാനുള്ള ഒരു അനലോഗസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടാപ്പ് അടച്ചു വെച്ചേക്കുന്നു. പെട്ടെന്ന് എയർ കയറിയിരിക്കുന്ന ഒരു ടാപ്പ് നമ്മൾ തുറന്നു വിടുമ്പോൾ ഭയങ്കര ഫോഴ്സിൽ ഒന്ന് വരും, പിന്നെ ഒന്ന് നിൽക്കും, ഒന്ന് വരും, ഒന്ന് പോയി നിൽക്കും. അങ്ങനെ ഒരു
ഒരു ബഞ്ചായിട്ടല്ലേ വെള്ളം പോകുന്നത്, അതേ ഈക്വലൻസ് എഫക്റ്റ് ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പറയാം. അപ്പൊ ഇവിടെ ഈ വരുന്ന ഇലക്ട്രോൺസ് ഈ ബഞ്ചിങ് ക്യാവിറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി മാറുന്നു. ചില ഇലക്ട്രോൺസിന് കൂടുതൽ വോൾട്ടേജ് കിട്ടി വെലോസിറ്റി കൂടുന്നു, ചിലതിന്റെ വെലോസിറ്റി കുറയുന്നു. ആസ് എ റിസൾട്ട് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് RF സിഗ്നൽ. ഇതിനെയാണ് വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് വെലോസിറ്റി മോഡുലേഷൻ ഈ ഇലക്ട്രോൺസ് ഒരുമിച്ച് പല പല സമയത്ത് പോയ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഒരുമിച്ച് അങ്ങ് പോകും, പിന്നെ കുറച്ചു നേരം കാണത്തില്ല, അത് കഴിയുമ്പോൾ കുറച്ചങ്ങ് പോകും. അങ്ങനെ ഒരു ബഞ്ചസ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ഈ ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം ബഞ്ചസ് ആയിട്ട് ട്രാവൽ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചത്. ഇത് ഒരുമിച്ച് കുറെ എണ്ണം പോയിക്കൊണ്ടിരുന്ന പല പല സമയത്ത് ഇങ്ങനെ ഇലക്ട്രോൺസ് വന്നുകൊണ്ടിരുന്നത് ബഞ്ചർ ക്യാവിറ്റി കഴിയുമ്പോൾ കുറെ ഇലക്ട്രോൺസ് ഒരുമിച്ച് കൂടി ഒരുമിച്ച് പോകും, പിന്നെ കുറച്ചു നേരം കാണത്തില്ല. അതാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് ബഞ്ച്ഡ് ഇലക്ട്രോൺ ബീം. ഇങ്ങനെ ബഞ്ച് ചെയ്ത ഇലക്ട്രോൺസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ പവർ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അത്രയും ഈ എനർജിയും കൂടെ അറ്റൈൻ ചെയ്തിട്ടാണ് ഈ വരുന്ന ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസിന്റെ എനർജിയേക്കാൾ കൂടുതലായിരിക്കും ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോൺസിന്റെ എനർജി. അപ്പൊ ഈ ഹൈ എനർജി ഇലക്ട്രോൺസ് ഈ കാച്ചർ ക്യാവിറ്റിയിൽ എത്തുകയാണ്. ഈ കാച്ചർ ക്യാവിറ്റിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാച്ചർ ക്യാവിറ്റി ഈ അറ്റൈൻ ചെയ്ത ഇലക്ട്രോൺസ്, ഇതിന്റെ കൂടെ ഓൾറെഡി AC സിഗ്നലും വരുന്നുണ്ട്. അപ്പൊ ഈ അറ്റൈൻ ചെയ്യും, ഈ ഇലക്ട്രോൺസിന് ഓൾറെഡി അത്ര എനർജി ഇല്ലായിരുന്നു, അത് എവിടുന്നാ കിട്ടിയേ? ഈ ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോൺസിന്റെ എനർജി ഉണ്ടല്ലോ, ആ എനർജിയും കൂടെ ഈ ഉള്ള AC സിഗ്നലിന്റെ കൂടെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ആ AC സിഗ്നലിന്റെ പവർ കൂടുകയാണ്. അതായത് നമ്മുടെ ഇവിടെ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ അല്ല, പവർ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഒരുമിച്ച് വരുമ്പോൾ ആ എനർജി, അതായത് ആ ഇനീഷ്യൽ ഉള്ള മൈക്രോവേവ് സിഗ്നൽസിന്റെ എനർജി എന്ത് സംഭവിക്കും? കൂടും. ഓർ ഇൻ എഫക്ട് പവർ കൂടും. സോ കാച്ചർ ക്യാവിറ്റി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ട്രോൺസിന്റെ എനർജീനെ ക്യാച്ച് ചെയ്യണം. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് കാച്ചർ ക്യാവിറ്റി. സോ ബഞ്ചർ ക്യാവിറ്റി എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിനെ ബഞ്ചസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് ബഞ്ചർ ക്യാവിറ്റിയാണ്. കാച്ചർ ക്യാവിറ്റി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്ത ഇലക്ട്രോൺസിന്റെ എനർജീനെ ക്യാച്ച് ചെയ്ത് ഈ സിഗ്നലിന് കൊടുക്കുന്നു. ആസ് എ റിസൾട്ട് ഇതിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഹൈലി മാഗ്നിഫൈഡ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ഇൻ ദി സെൻസ് നല്ല പവർ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ്. ഇതാണ് ബേസിക് വർക്കിംഗ് ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ. ഒന്നും കൂടെ ഞാൻ പറയാം. ഒരു ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ക്യാവിറ്റി ഉണ്ട്, ഒന്ന് ബഞ്ചർ ക്യാവിറ്റി, ഒന്ന് കാച്ചർ ക്യാവിറ്റി. ഇത് രണ്ട് മോഡുലേഷൻ ആണ് ഇതിനകത്ത്, രണ്ട് പ്രിൻസിപ്പിൾ ആണുള്ളത്. ഒന്ന് വെലോസിറ്റി മോഡുലേഷനും രണ്ടാമത് കറന്റ് മോഡുലേഷനും. വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി സോഴ്സ്, അതായത് കാഥോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു ഇൻ അക്കോർഡൻസ് വിത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ. അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന മൈക്രോവേവ് സിഗ്നലിന്റെ പവർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഇതിന്റെ പവർ ആംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ആ പവർ ആംപ്ലിഫൈ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് വെലോസിറ്റി മോഡുലേഷനും രണ്ടാമത് കറന്റ് മോഡുലേഷനും. വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DC വോൾട്ടേജ് വഴി കാഥോഡ് എനർജൈസ് ചെയ്ത് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഓരോ ടൈമിലും ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അത് ബഞ്ചറിൽ എത്തിക്കഴിയുമ്പം ഈ മൈക്രോവേവ് സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. മൈക്രോവേവ് സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വെലോസിറ്റി മാറും, ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി മാറും ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് സിഗ്നൽ. ആസ് എ റിസൾട്ട് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഓർ ഇറ്റ് ഈസ് വെലോസിറ്റി മോഡുലേറ്റഡ്. അങ്ങനെ വരുമ്പം പല സമയത്ത് വന്ന ഇലക്ട്രോൺസ് ഒരുമിച്ച് കൂടി ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ബഞ്ചർ ക്യാവിറ്റിയുടെ ഔട്ടിൽ നിന്ന് നമുക്ക് ബഞ്ചസ് ആയിട്ട് ഇലക്ട്രോൺ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബഞ്ചസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീംസിന്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ എനർജി ബീമാണ്. ഈ ഹൈ എനർജി ബീമിന്റെ എനർജീനെ ഈ കാച്ചർ ക്യാവിറ്റി ക്യാച്ച് ചെയ്തിട്ട് ഈ എനർജി ഈ RF സിഗ്നലിന് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന് ഔട്ട്പുട്ടിൽ വരുമ്പോൾ ഹൈലി ആംപ്ലിഫൈഡ്, പവർ ആംപ്ലിഫൈ ചെയ്ത ഒരു ഔട്ട് കിട്ടുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വർക്കിംഗ്, ഇത് നമുക്ക് കുറച്ചും കൂടെ എക്സാമിന് ചോദിക്കുന്ന ഒരു രീതിയിലും കൂടെ ചോദിക്കും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ വിത്ത് ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം. ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പം ടു ക്യാവിറ്റി ക്ലൈസ്ട്രോണിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആദ്യം ആ ഡയഗ്രാം വരയ്ക്കണം.
ഡയഗ്രാം വരച്ചിട്ട് ഇനി പറയുന്ന പോലെയാണ് എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ വർക്കിംഗ് ആണ് യഥാർത്ഥ വർക്കിംഗ്. അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വസ്റ്റ്യനകത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആപ്പിൾഗേറ്റ് ഡയഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്താണ് ആപ്പിൾഗേറ്റ് ഡയഗ്രാം എന്ന് ഞാൻ പറയാം. അതായത് ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു AC ഒരു സിഗ്നൽ ഉണ്ട്. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, അതായത് മൈക്രോവേവ് സിഗ്നൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു AC സിഗ്നൽ ആണല്ലോ. അപ്പൊ ഈ ഇലക്ട്രോൺസ് എവിടെ നിന്നാണ് വരുന്നത്? കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് വരുന്നു. ആ പടം ഓർമ്മ വേണേ. കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് വരുന്നു. ഈ ഇലക്ട്രോൺസ് ഇന്ററാക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു AC സിഗ്നലുമായിട്ടാണ്. അതായത് കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ബഞ്ചർ ക്യാവിറ്റിക്കകത്ത് കയറുന്നു. ബഞ്ചർ ക്യാവിറ്റിയിലുള്ള മൈക്രോവേവ് സിഗ്നൽ, അതാണ് ഇങ്ങനെ ഒരു മൈക്രോവേവ് സിഗ്നൽ, ആ മൈക്രോവേവ് സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പല ഇലക്ട്രോൺസ് പല വോൾട്ടേജുമായിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ 3 ടൈം ഇൻസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് T1, ഒന്ന് T2, ഒന്ന് T3 എന്ന് പറഞ്ഞാൽ T1 ഇപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോരോ ഇലക്ട്രോൺസും കാണിച്ചേക്കാണ്. ഞാൻ പറഞ്ഞു ആദ്യം കാഥോഡിൽ നിന്ന് എല്ലാം വരുന്ന ഒരേ വെലോസിറ്റിയിലാണ്. ബഞ്ചർ ക്യാവിറ്റിയിൽ കയറി കഴിയുമ്പോഴേ അതിന്റെ വെലോസിറ്റി മാറുന്നുള്ളൂ. അപ്പൊ ആദ്യം ഒരു ഇലക്ട്രോൺ പോയി. ആ ഇലക്ട്രോണിന്റെ ആദ്യത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V0 ആണ്. അത് കഴിഞ്ഞ് അത് പക്ഷെ ബഞ്ചർ ക്യാവിറ്റിയിലേക്ക് കയറുമ്പോഴാണ് അതിന്റെ വാല്യൂ മാറുന്നത്. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യാണ്. സേ A, B, C. A എന്ന് പറയുന്നത് ആദ്യം പോയ ഇലക്ട്രോൺ. ആദ്യം പോയ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ കാഥോഡിൽ നിന്ന് ആദ്യം പോയ ഇലക്ട്രോൺ. അപ്പൊ അത് ആദ്യം വരുന്ന ടൈം T1 എന്ന് പറഞ്ഞാൽ അത് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ AC-യുടെ നെഗറ്റീവ് വോൾട്ടേജുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ ഇലക്ട്രോൺസ് ബഞ്ചർ ക്യാവിറ്റിക്കകത്ത് കയറി കഴിയുമ്പോൾ AC സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ടൈം T1-ൽ വരുന്ന ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുക. സേ A. ഈ ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ സിഗ്നലിന്റെ നെഗറ്റീവ് വോൾട്ടേജുമായിട്ടാണ്. നെഗറ്റീവ് വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ത് സംഭവിക്കും? അതിന്റെ വെലോസിറ്റി കുറയും അല്ലെ? കാരണം എന്താ? എനർജിയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. കാരണം എനർജി ഹാഫ് mv². ഹാഫ് mv² എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. E × V0 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, അല്ലെങ്കിൽ ഇത്ര ഓർത്തിരിക്കുക, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടും. അപ്പൊ വോൾട്ടേജ് കുറയുമ്പോൾ വെലോസിറ്റി കുറയും. അപ്പൊ ഈ ഇലക്ട്രോണിന് ഇത് നെഗറ്റീവ് വോൾട്ടേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ആദ്യം പോയ ഇലക്ട്രോൺ ആണെങ്കിൽ പോലും ഇതിന്റെ വെലോസിറ്റി കുറയും. ഇനി അടുത്തൊരു ടൈം T2 കൺസിഡർ ചെയ്യാം. ഈ T2-ലുള്ള ടൈമിലായിരിക്കും ഈ പറയുന്ന ഇലക്ട്രോൺ B ഇന്ററാക്ട് ചെയ്യുന്നത്. ഇത് ഇന്ററാക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഏതാണ്? 0 ആണ്. നോക്കി, ഈ വാല്യൂ എന്താണ്? 0 ആയതുകൊണ്ട് അതിന്റെ വെലോസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ ചെയ്ത് അതേ വെലോസിറ്റിയിലായിരിക്കും ബഞ്ചർ ക്യാവിറ്റിയിലും ട്രാവൽ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടൈം ഇൻസ്റ്റന്റ് കൺസിഡർ ചെയ്യുക, T3. അന്നേരമുള്ള ഒരു ഇലക്ട്രോൺ ആണ് C. പക്ഷേ ഈ പറയുന്ന ഈ ഓർഡർ ഇങ്ങനെയാണ്. ഇത് ആദ്യം പോകുന്ന ഇലക്ട്രോൺ, അത് കഴിഞ്ഞ് പോകുന്ന ഇലക്ട്രോൺ B, അത് കഴിഞ്ഞ് പോകുന്ന ഇലക്ട്രോൺ C എന്ന് പറഞ്ഞാൽ കാഥോഡിൽ നിന്ന് വരുന്ന ഫ്ലോ ആണ്. കാഥോഡിൽ നിന്ന് ആദ്യം പോകുന്ന ഇലക്ട്രോൺ A, രണ്ടാമത് പോകുന്ന ഇലക്ട്രോൺ B, മൂന്നാമത് പോകുന്ന ഇലക്ട്രോൺ C. ആദ്യം പോയ A ഇന്ററാക്ട് ചെയ്തത് ഈ സിഗ്നലിന്റെ നെഗറ്റീവ് വോൾട്ടേജുമായിട്ടാണ്. B എന്ന് പറയുന്ന ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്തത് 0 വോൾട്ടേജുമായിട്ടാണ്. C എന്ന് പറയുന്ന ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്തത് പോസിറ്റീവ് വോൾട്ടേജുമായിട്ടാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? C എന്ന് പറഞ്ഞ വോൾട്ടേജ് പോസിറ്റീവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തതുകൊണ്ട് ഇതിന്റെ വോൾട്ടേജ് എന്ത് സംഭവിക്കും? കൂടി. വോൾട്ടേജ് കൂടി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി കൂടി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ആദ്യം പോകുന്ന ആളല്ലേ എത്തേണ്ടത്. പക്ഷെ എന്ത് സംഭവിച്ചു? ആദ്യം പോയ ഇലക്ട്രോണിന് വോൾട്ടേജ് നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് അതിന്റെ വെലോസിറ്റി കുറഞ്ഞുപോയി. ഇനി ഇതിന് മാറ്റമൊന്നും സംഭവിച്ചില്ല. ഏറ്റവും ലാസ്റ്റ് വന്ന ഇലക്ട്രോൺ ആയിരുന്നു ലേറ്റ് എത്തേണ്ടത്. പക്ഷെ അതിന് കിട്ടുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അതിന്റെ വെലോസിറ്റി കൂടി. അപ്പൊ ഇൻ എഫക്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 3 ഇൻസ്റ്റന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഇലക്ട്രോൺസ് ബഞ്ചർ ക്യാവിറ്റിയുടെ പുറത്തിറങ്ങുമ്പം ഈ 3 എണ്ണവും കൂടെ ഒരുമിച്ചായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ആ പടത്തിൽ അവസാനം വരുമ്പോൾ ബഞ്ചസ് ആയിട്ട് ഇലക്ട്രോൺസ് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അതാണ് ഈ കാണിച്ചേക്കണേ. 3 സമയത്ത് കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ബഞ്ചർ ക്യാവിറ്റിയിൽ കയറി കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഒരുമിച്ചായിട്ടാണ് പോകുന്നത്. ഈ പോയിന്റിനെയാണ് B ആയിട്ട് കൺസിഡർ ചെയ്തത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ബഞ്ച്. അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് ഇനിഷ്യലി പോയ ഇലക്ട്രോൺ ആണെങ്കിലും അതിന്റെ വെലോസിറ്റി കുറഞ്ഞു. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഷോൺ ആസ് സ്ലോവർ. ഇനി രണ്ടാമത് പോയ ബിക്ക് മാറ്റം ഒന്നും സംഭവിച്ചില്ല. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് റിട്ടൺ ആസ് സെയിം. ഇനി മൂന്നാമത്തെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ താമസിച്ചാണ് പോയത്, പക്ഷെ അത് ഇന്ററാക്ട് ചെയ്തത് എന്ത് വോൾട്ടേജുമായിട്ടാണ്? പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് വെലോസിറ്റി കൂടി. അപ്പൊ ഇൻ എഫക്ട് ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ 3 ഇലക്ട്രോൺസും ഒരുമിച്ചെത്തും. ഒരുമിച്ചെത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്തു.
അപ്പൊ ഇങ്ങനെ ബഞ്ചസ് ആയി ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്നത്. ഈ പുറത്തു പോകുന്ന സിഗ്നലില് കാച്ചർ ക്യാവിറ്റിയിൽ എത്തിക്കഴിയുമ്പം ഈ വേവ് ക്യാപ്ചർ ചെയ്യും. വേവ് ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പം എന്തോരം എനർജി ഇലക്ട്രോൺസിന് കിട്ടിയോ ആ എനർജി മുഴുവൻ ഈ ഇലക്ട്രോൺസ് ഈ സിഗ്നലിനെ ട്രാൻസ്ഫർ ചെയ്യും കാച്ചർ ക്യാവിറ്റിയിൽ. അങ്ങനെ ഈ സിഗ്നല് ആംപ്ലിഫൈ ചെയ്യും. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിന്റെ നെഗറ്റീവ് തൊട്ട് അടുത്ത സിഗ്നലിന്റെ നെഗറ്റീവ് വരുന്ന വരെയായിരിക്കും ഓരോ ബഞ്ചസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കറക്റ്റ് സീക്വൻസിലായിട്ടായിരിക്കും ഈ ബഞ്ചസ് ഫോം ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ടു അടുത്ത നെഗറ്റീവ് വരുന്നതിനുള്ളിൽ ഒരു ബഞ്ചസ്, അടുത്ത ബഞ്ച് വരുന്നത് അടുത്ത് എത്തുമ്പോൾ, അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് കാണുന്നത്. അതായത് ഈ ഒരു സൈക്കിൾ പോയി കഴിഞ്ഞ് അടുത്ത ഈ എത്തുമ്പോഴേ അടുത്ത ബഞ്ച് വരുള്ളൂ. അപ്പൊ ഇത്രയും സമയം ഒരു ഗ്യാപ്പ് കാണും. ആദ്യം ഒന്ന് തുടങ്ങി ഇവിടം വരെ ഉള്ളതിൽ ആദ്യത്തെ ബഞ്ച് വന്നു, പിന്നെ ഒരു കുറച്ച് സമയം ബ്ലാങ്ക് ആയിട്ടല്ലേ ഞാൻ ആ പടത്തിന് കാണിച്ചത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അടുത്ത സൈക്കിളിലാണ് അടുത്ത ബഞ്ചസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ബഞ്ചായി നമുക്ക് തന്നെ അറിയാം ഒരാള് തന്നെ നടക്കുന്നതും ഒരുപാട് പേര് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ഏതാ കൂടുതൽ നടക്കുന്നത്? ഒരുമിച്ച് പേര് ഒരു കാര്യം ചെയ്യുന്നതല്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഓരോ ഇലക്ട്രോണിന്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഒരുപാടുള്ള ഇലക്ട്രോൺസ് ഒരുമിച്ച് വരുന്ന എനർജി ഒരുമിച്ച് ഒരു സിഗ്നലിന് കൊടുക്കുമ്പോൾ ആ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറയുന്ന ടു ക്യാവിറ്റി ക്ലൈസ്ട്രോണിന്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായോ? ഇനി ഞാൻ ഈ പറഞ്ഞത് ഇന്ന് തന്നെ ഈ നോട്ട് വായിച്ചു നോക്കുക. കറക്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന പോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ നോട്ട് അങ്ങ് എഴുതിയെടുത്താൽ മാത്രം മതി. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സാണ്, വെലോസിറ്റി മോഡുലേഷനും കറന്റ് മോഡുലേഷനും. വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആണ് ചേഞ്ച് ആവുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിഗ്നൽ. അടുത്തത് കറന്റ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈ എനർജി ഇലക്ട്രോൺസ് കിട്ടി, ഈ ഇലക്ട്രോൺസിന് കിട്ടിയ എനർജി മുഴുവൻ കാച്ചർ ക്യാവിറ്റിയിൽ എത്തുമ്പം ഈ എനർജി ഡെലിവറി ചെയ്യുന്നു. ആസ് എ റിസൾട്ട് അങ്ങനെ ആ സിഗ്നൽ എന്ത് സംഭവിക്കുന്നു? ആംപ്ലിഫൈഡ് ആവുന്നു. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ വിത്ത് ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം. ഇപ്പൊ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കി മുഴുവൻ ഇതേപടി എഴുതണ്ട. അങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് വരും. നോക്കി ഇത് ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് ഷോർട്ട് ചെയ്യാം, മുഴുവൻ എഴുതേണ്ടവർക്ക് എഴുതാം. ഇതാണ് നട്ട്ഷെൽ. ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു അസൈൻമെന്റ്. മനസ്സിലായോ? ഇത് ഫുൾ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യാന്ന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത നോട്ടാണ്. ഈ പറഞ്ഞ കാര്യം ഇന്ന് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇത് അതേപടി എഴുതണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഷോർട്ടായിട്ട് എഴുതാം. പക്ഷെ എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരണം. ഒന്ന്, ആദ്യത്തെ പടം വരണം. രണ്ടാമത്തെ ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് അത് നോക്കി ആ പടം നോക്കി നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ആ ആപ്പിൾ ഗേറ്റ് ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷനും അതുപോലെ അത് നോക്കി എഴുതുക. അപ്പൊ എഴുതുമ്പോൾ 3 ഇലക്ട്രോൺ വെച്ച് പറയണം. റെഫറൻസ് ഇലക്ട്രോണ്, ഏർലി ഇലക്ട്രോണ്, ലേറ്റ് ഇലക്ട്രോൺ. ഏർലി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇതാണ് ഈ സാധനം. ഇതാണ് നേരത്തെ വരുന്ന ഇലക്ട്രോൺ. ഇതെന്ന് പറയുന്ന റെഫറൻസ് ഇലക്ട്രോൺ. ഇത് ലേറ്റ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺ. പക്ഷെ 3 ഇലക്ട്രോണും ബഞ്ചർ ക്യാവിറ്റി കഴിയുമ്പോൾ ഒരുമിച്ച് എത്തുന്നു. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ. ഇത് നല്ലോണം മനസ്സിലായാൽ മാത്രമേ ഇതിന്റെ ഡെറിവേഷൻ ആയിട്ടുള്ള വെലോസിറ്റി മോഡുലേഷൻ ഞാൻ നാളെ ഡിസ്കസ് ചെയ്യും, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ പോയി എല്ലാവരും ഇത് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഞാൻ ഒരു ഡേറ്റ് പറയുമ്പോൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഓരോ ദിവസവും ഓരോരോ ടോപ്പിക് എഴുതാനാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ എഴുതണം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഫുൾ നോട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. ഞാൻ പിന്നെയും പറയാണ്, ഇത് അതേപടി എഴുതണ്ട. ഇവിടം തൊട്ട് ശരിക്കും എഴുതിയാൽ മതി. ഓപ്പറേഷൻ ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ബൈ മീൻസ് ഓഫ് ആപ്പിൾ ഗേറ്റ് ഡയഗ്രാം. ശരിക്കും ഇവിടം തൊട്ടാണ് ശരിക്കും ഇതിന്റെ എക്സ്പ്ലനേഷൻ തുടങ്ങിയേക്കുന്നത്. ഇതിന്റെ ആദ്യമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞേക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നോട്ട് വായിച്ച്, അല്ലാതെ ചുമ്മാ കോപ്പി അടിച്ച് എഴുതരുത്. ചുമ്മാ കോപ്പി അടിച്ച് എഴുതിയാൽ കുറെ പേജസ് വരും. ഇത് വായിച്ച് നോക്കി എഴുതുക. ഇതാണ് നിങ്ങൾക്കുള്ള അസൈൻമെന്റ്. മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ചോദിച്ചോളൂ, ചോദിക്കുക. അല്ലെ ഞാനിപ്പോ ചോദിക്കും. എൽക്കിൻ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക, നിർത്തുക. അതിനാ ഒരാൾ പോയല്ലോ പെട്ടെന്ന്. ആരപ്പ പിന്നെ ഇറങ്ങി പിന്നെയും പോയി, പിന്നെ ഇറങ്ങി പിന്നെയും പോയി. ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? എൽക്കിൻ ഉണ്ടോ അവിടെ?
ആ വായിച്ച് ഇന്ന് തന്നെ നോക്കണം, അല്ലെ ഇതെല്ലാം വെറുതെ ഞാൻ ഈ പാടുപെട്ട് പറഞ്ഞതെല്ലാം. കേട്ടോ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടേ.